പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 4-ാം വാക്യം. പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇത് മംഗളവാർത്തക്കാലമാണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കാലമാണ്. 20-ാം തീയതിയായി 4 ദിവസം കൊണ്ട് യേശുവിൻ്റെ ജന്മ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ഒരുക്കുന്നതാണ് ഈ വായനകളെല്ലാം. ഇന്നത്തെ വായന പ്രത്യേകമായിട്ട് പറയുന്നത് സ്നാപകൻ്റെ ആഹ്വാനമാണ്. ആഹ്വാനം ഇതാണ്: അനുതാപത്തിനുള്ള ജ്ഞാനസ്നാനം. അപ്പോൾ സ്നാപക യോഹന്നാൻ ആവശ്യപ്പെടുന്നത് എല്ലാവരും അനുതപിക്കണം. പക്ഷേ ഞാൻ ഇന്നലെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് അനുതാപം മാത്രം പോരാ. ഇത് മെത്താനോയിയ എന്ന വാക്കാണ് ഉപയോഗിക്കുക. മെത്താനോയിയ എന്ന മനോഭാവം മാറ്റമാണ്. ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയത് മാത്രമായില്ല, തെറ്റുതിരുത്തണം. തെറ്റായ വഴിയാണെങ്കിൽ വഴി മാറണം. മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. അപ്പോൾ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാകണം. മനസ്സ് മാറണം, മനസ്സാന്തരം. അപ്പോൾ ആ മനസ്സാന്തരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എടുത്തു കാണിക്കുന്നതാണ് വിശ്വാസം. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കണം എൻ്റെ ജീവിതം. അവിടുത്തെ വചനം ശ്രവിക്കുക, ഹൃദയത്തിൽ അത് സ്വീകരിക്കുക, വിശ്വസിക്കുക, വഴിമാറുക. എവിടെയാണ് ഞാൻ വഴിമാറേണ്ടത്? എവിടെയൊക്കെയാണ് എൻ്റെ ചിന്താഗതിയിൽ, മനോഭാവത്തിൽ, ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് അറിയുക. മറ്റുള്ളൊരു മനോഭാവത്തിലായിരിക്കുക. നമ്മൾ കുറച്ച് ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമായില്ല. കൂദാശകളും ഭക്തകൃത്യങ്ങളും എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിൽ തന്നെ ലക്ഷ്യമല്ല, മാർഗങ്ങളാണ്. അപ്പോൾ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് മനോഭാവം ഉണ്ടാകണം. അപ്പം മനോഭാവം മാറാതെ എത്ര അനുഷ്ഠാനങ്ങൾ നടത്തിയാലും, അത് ഏത് കൂദാശയാണെങ്കിലും, ഹൃദയത്തിൽ യഥാർത്ഥ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ അർത്ഥശൂന്യമായി പോകും. അതുകൊണ്ട് അനുഷ്ഠാനങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഹൃദയ പരിവർത്തനത്തിന്, മാനസാന്തരത്തിന് ഉള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതായിരിക്കട്ടെ ഈ കർത്താവിനെ സ്വീകരിക്കാനുള്ള മംഗളവാർത്താക്കാലത്തിൻ്റെ നമ്മുടെ ഒരുക്കം. മനസ്സും